അങ്ങനെ കോൺഗ്രസിലെ കലാപം ഒഴിഞ്ഞിരിക്കുന്നു. കുമ്പക്കുടി തൽക്കാലത്തേക്ക് ശാന്തനായി. തൽക്കാലത്തേക്കെന്നേ പറയാൻ പറ്റുള്ളൂ. ഇനി എന്താണെന്നുള്ള അദ്ദേഹം കണ്ണൂർ അസംബ്ലി സീറ്റിലേക്ക് തൻ്റെ അനുയായിയായ റിജിൽ മാക്കുറ്റിയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ആവശ്യപ്പെട്ടു എന്ന് പറയപ്പെടുന്നു. ഉറപ്പില്ല. ഇതിനകത്തൊരു പ്രശ്നമുള്ളത്, ചെറിയ വിഷയം ഈ സീറ്റ് നിർണയത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. ഇവിടുത്തെ ദൃശ്യമാധ്യമങ്ങളുടെ ഈ മുട്ടിനുള്ള ഈ ഫ്ലാഷുകളും ഇവർ കുറേ വായുവിൽ നിന്ന് സൃഷ്ടിച്ച കുറച്ച് ബ്രേക്കിംഗ് ന്യൂസുകളും ഇതിന് ആധിക്യം ഉണ്ടാക്കി എന്നുള്ളതാണ് സത്യം. അത് ശരിയാണ്. വലിയൊരു കഥ ഉണ്ടാക്കാൻ തുടങ്ങി. ആരെങ്കിലും ഒരാൾ ഒരു കഥ ഉണ്ടാക്കി വിടും, ബാക്കിയുള്ളവർ അത് ഏറ്റുപിടിച്ച് സംസാരിക്കും. പണ്ട് പ്രിന്റ് മീഡിയയുടെ കാലത്ത് നമുക്ക് ഓർമ്മയുണ്ടല്ലോ, ചാരക്കേസ് വന്നപ്പോൾ അതെ, 1-2 പേര് ആദ്യം ഏറ്റുപിടിച്ചു, പിന്നെ എല്ലാവരും ഏറ്റുപിടിച്ചു. പക്ഷേ ഇന്നലെ രാവിലെ തൊട്ട് നമ്മൾ ഒരു ചർച്ച നടത്തിയിരുന്നു. നമ്മൾ അന്നേരം തൊട്ട് ഇത് കാണുമ്പോൾ ഈ ചാനലിലെ ഈ ബ്രേക്കിംഗ് കാണുമ്പോൾ നമുക്ക് സംശയം ഉണ്ടായിരുന്നു. കാരണം ഇവർ രാവിലെ ബ്രേക്കിംഗ് അടിച്ചു, സുധാകരൻ മത്സരിക്കും, അടൂർ പ്രകാശ് മത്സരിക്കും, വളരെ ശക്തമായിട്ട് തന്നെ സുധാകരൻ്റെ വാർത്താ സമ്മേളനം മാറ്റിവെച്ചു, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അത് എന്തുകൊണ്ടാണ് വാർത്താ സമ്മേളനം മാറ്റിവെച്ചത്? അതിനൊരു കാരണമേ ഉള്ളൂ, അയാൾക്ക് സീറ്റ് കിട്ടിയെന്നാണ് ഇവർ വിചാരിച്ചത്. അദ്ദേഹം വാർത്താ സമ്മേളനം മാറ്റിവെച്ചതിന് പിന്നിൽ വേറെ കാരണമായിരുന്നു. ഇവർ പറഞ്ഞ എന്താണ്, സീറ്റ് കിട്ടി, അതുകൊണ്ട് മാറ്റി. അപ്പം ഇതിനകത്ത് അടൂർ പ്രകാശും വീണെന്ന് തോന്നി. ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ അടൂർ പ്രകാശ് എന്ത് ചെയ്തു, അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റ് മാറ്റിക്കൊണ്ടാണ് മുന്നോട്ട് പോയത്. സത്യത്തിൽ അവിടെ സംഭവിച്ചത് എന്താ, സുധാകരനെ കാര്യം പറഞ്ഞ് ഹൈക്കമാൻഡ് മനസ്സിലാക്കി, ബോധ്യപ്പെടുത്തി. നിങ്ങൾ പോയാൽ നിങ്ങൾ മാത്രമേ കാണുള്ളൂ. അതിനകത്ത് ഇന്നലെ നമുക്ക് രാത്രി കിട്ടിയൊരു വിവരമാണ്. അത് കൃത്യമായൊരു വിവരമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. കാരണം ദീപാദാസ് മുൻഷി, കേരളത്തിന്റെ ചുമതലയുള്ള AICC സെക്രട്ടറി ദീപാദാസ് മുൻഷിയെയാണ് സുധാകരനെ ശാന്തനാക്കാൻ നിയോഗിച്ചത്. അപ്പോൾ ദീപാദാസ് മുൻഷി എന്ത് ചെയ്തു, സുധാകരൻ്റെ കണ്ണൂർ മണ്ഡലത്തിലെ 140 വാർഡുകൾ, ഈ 140 വാർഡുകളിലെയും വാർഡ് പ്രസിഡന്റുമാരുമായിട്ട് ബന്ധപ്പെടാൻ പറഞ്ഞു. നിങ്ങൾക്ക് സ്ഥാനാർത്ഥിത്വം അവരിൽ 1/3 വാർഡ് പ്രസിഡന്റുമാർ പറഞ്ഞാൽ നിങ്ങൾക്ക് സ്ഥാനാർത്ഥിത്വം കിട്ടുമെന്ന്. പക്ഷേ കിട്ടിയത് 70 പേരെ വിളിച്ചു, 50 പേരും സുധാകരൻ മത്സരിക്കുന്നതിനെതിരായിരുന്നു. ഇത് സുധാകരനെ ഇരുത്തിക്കൊണ്ടാണ് ഇവർ വിളിക്കുന്നത് സ്പീക്കറിലിട്ടിട്ടാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ വിളിക്കുന്നുണ്ടെങ്കിൽ അവർക്കാർക്കും സുധാകരൻ മത്സരിക്കണമെന്ന് താല്പര്യമില്ല. അപ്പോൾ സുധാകരൻ ഞെട്ടലോടെ തിരിച്ചറിയുന്നുണ്ട്, എനിക്ക് പിന്തുണയില്ല എന്നുള്ളത്. സുധാകരൻ വിളിക്കുമ്പോൾ അവർ പറഞ്ഞു, സുധാകരേട്ടാ മുന്നോട്ട് വെക്കാൻ ഞങ്ങൾ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാണ്. അല്ല, ഇത് സുധാകരൻ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ ഇവർ പറയത്തില്ല, സുധാകരൻ അടുത്തിരിപ്പുണ്ടെന്ന് ഇവർക്ക് അറിയില്ല. ഇവരോട് ചോദിക്കുമ്പോൾ ഇവർ വന്ന് അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. നിലവിൽ സുധാകരനെ കാര്യങ്ങൾ പറഞ്ഞ് വ്യക്തമാക്കി മനസ്സിലാക്കി. എന്തായാലും അതിനകത്ത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, സതീശൻ്റെ ഇച്ഛാശക്തി, സതീശൻ്റെ ഒരു നേതൃപാഠം, അത് പരക്കെ അംഗീകരിക്കപ്പെടേണ്ടത് തന്നെ. അല്ല, ഞാൻ പറയുന്നത് ഇപ്പോൾ പലരും പറയുന്നത് സതീശ്, നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് സതീശ് ഭയങ്കര ദാർഷ്ട്യത്തോടെ പെരുമാറും പോലെ തോന്നുന്നു. പക്ഷേ ഈ കോൺഗ്രസ്സിലെ ഈ കക്ഷികളെ മെരുക്കിയെടുക്കാനേ അല്പം കടുംപിടുത്തം നടത്തിയേ പറ്റുള്ളൂ. അല്ല, ഇത്രയും കൃമികീടങ്ങളെ അല്ലെ ക്ഷുദ്രജീവികളെ ഒക്കെ ഉള്ള പാർട്ടികളാണ് എല്ലാം. ഇപ്പോൾ CPM ആണെങ്കിലും അതെ, കോൺഗ്രസ് ആണെങ്കിലും പലരും പല തരക്കാരല്ലേ. പിണറായി വിജയൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു കടുംപിടുത്തം കൊണ്ടാണ് CPM-ൽ അത്രയെണ്ണം അടങ്ങി നിൽക്കുന്നത്. പേടിച്ചിട്ടാണ്. ഇപ്പോൾ ഏതാണ്ട് അതേ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. VD സതീശൻ്റെ ആ ഒരു കടുംപിടുത്തം അതിനകത്ത് നിന്നു. കാരണം ആ കടുംപിടുത്തം ഒരു വളരെ നല്ല കാര്യത്തിന് വേണ്ടിയായിരുന്നു. ഇപ്പം സുധാകരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു സീറ്റ് ആവശ്യപ്പെടുന്നു. ആ സീറ്റ് ആവശ്യപ്പെടുമ്പോൾ അതിന്മേലുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ കൃത്യമായി അദ്ദേഹത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നേതൃത്വത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. അത് ആദ്യഘട്ടങ്ങളിൽ ഇവരങ്ങ് ചെയ്താൽ മതി. സുധാകരനെ വിളിച്ച് വരുത്തി എല്ലാവരും കൂടി ഇരുന്ന് ചർച്ച ചെയ്ത് തീരുമാനിച്ച് അത് സുധാകരൻ പറഞ്ഞ് മാറ്റിയാൽ മതിയായിരുന്നു. ഈ അവസാന നിമിഷം വരെ മുൾമുനയെ നിർത്തുകയും സ്ഥാനാർത്ഥികൾക്ക് ഇന്നലെയാണ് അവസാനം പട്ടിക വരുന്നത്. ഇന്ന് തൊട്ടാണ് അവർ ചോര എഴുതാനും പോസ്റ്റർ ഒട്ടിക്കാനും. ഈ പോസ്റ്റർ അടിച്ചു കിട്ടാൻ തന്നെ സമയം എടുക്കില്ലേ ഇപ്പോൾ പ്രഖ്യാപിക്കുമ്പോഴേ. എത്ര സ്ഥലത്തുണ്ട്. അതുകൊണ്ടാണ് ദീപ്തി മേരി വർഗീസ് മുൻകരുതൽ എന്നുള്ള നോമിനേഷനും പൂരിപ്പിച്ച് വെച്ച് പോസ്റ്റർ ഒട്ടിച്ചത്. അപ്പോൾ ഇനിയിപ്പോൾ അത് ഉപയോഗിക്കാൻ അവരൊരു മര്യാദ കാണിച്ചു. അവരിനി പ്രതിഷേധിക്കാൻ ഞാൻ റിബലാവണമെന്നില്ല എന്ന് പറഞ്ഞു. ഇല്ല, ഇതിനകത്ത് റിബലാകുമെന്ന് പറഞ്ഞവരാരും ഇതുവരെ റിബലായിട്ടില്ല. അത് കോൺഗ്രസിന് ഒരു ആശ്വാസമുണ്ട്. കാരണം സുധാകരനെ പോലുള്ളവർ റിബലാകും എന്നുള്ള ഒരു പ്രചാരണം നടക്കുമ്പോഴാണ് ബാക്കിയുള്ളവർ പിന്മാറുന്നത്. മാത്രമല്ല, ഭരണം കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ടെന്നുള്ളത് മുന്നിൽ നിൽക്കുന്നുണ്ട്. അഥവാ അസംബ്ലി ഇലക്ഷന് സീറ്റ് കിട്ടിയില്ലെങ്കിലും ഭരണം കിട്ടുമ്പോൾ നല്ലൊരു കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനം അല്ലെങ്കിൽ നല്ല കമ്മിറ്റിയെ കൊടുത്താൽ മതി. എൽദോസ് കുന്നപ്പള്ളി വിമതരാകുമെന്നൊക്കെ ആയിരുന്നു പറഞ്ഞിരുന്നത്. അദ്ദേഹവും യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കുറേ പേര് തൻ്റെ കൂടെ ഉണ്ടാകും എന്നുള്ളതല്ലാതെ എനിക്ക് എന്നെ കൊണ്ട് അവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളത്. മാത്രമല്ല, അതിൻ്റെ ആൾറെഡി പീഡന കേസുകളുണ്ട്. CPM BJP തൽക്കാലം പുള്ളി അടുപ്പിക്കുകയില്ല, അല്ല ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വരും. അതെ, മുമ്പൊക്കെ ഇതുപോലൊക്കെ ഈ ഉമ്മാക്കി കാണിക്കുമ്പോൾ നേതൃത്വം വിരളുവാൻ.
പക്ഷേ ഇത്തവണ രാഹുൽ ഗാന്ധി തന്നെയാണ് ഇതിൽ ഇടപെട്ട് കൃത്യമായ തീരുമാനം എടുത്തിരിക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. ഖാർഗെയും രാഹുലും വി ഡി സതീശനും ഒക്കെ ഒരേ രീതിയിൽ തന്നെ ഇടപെട്ടു. പിന്നെ ഇതിനകത്ത് ഒത്തിരി കഥകളും ഉപകഥകളും വരുന്നുണ്ട്. ഇതൊന്നും നമുക്ക് വിശ്വാസയോഗ്യമല്ല. കാരണം ചാനലുകൾ റേറ്റിങ്ങിന് വേണ്ടി പലതും അടിച്ചുവിടും. കഥ ഉണ്ടാക്കുമല്ലോ, കഥ ഉണ്ടാക്കലാണല്ലോ. അതിപ്പോൾ നമ്മൾ നോക്കുമ്പം ഒരു ചാനൽ അടിച്ചുവിടുന്നു, നമ്മളത് ചർച്ച ചെയ്യാനോ വാർത്തയാക്കാനോ പോയി കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഇത് തിരിഞ്ഞു വരും. അത് തന്നെയാണ് ഇന്നലെ സംഭവിച്ചത്. രാവിലെ മൊത്തം സുധാകരന് സീറ്റെന്ന് പറഞ്ഞ് ഉച്ചയായപ്പോൾ തൊട്ട് ചാനലുകളുടെ ബ്രേക്കിങ്ങിൻ്റെ ഭാഷ മാറി തുടങ്ങി. എന്താ ഇവർക്ക് മനസ്സിലായി, സംഗതി പട്ടിക ഓൾറെഡി റെഡിയാണ്, അതിനകത്ത് സുധാകരൻ ഇല്ല. പക്ഷേ ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു സുധാകരന് സീറ്റ് ഉണ്ടെന്ന്. അതിനിടയ്ക്ക് വേറെ തമാശയുണ്ട്. ഒരു സന്ധ്യയൊക്കെ ആയപ്പോൾ, ഒരു 6:30 ആയപ്പോൾ ചില CPM അനുഭാവികളെ ആളുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ എല്ലാം കുറച്ച് സുധാകരനെ പറ്റിച്ചു എന്നുള്ള രീതിയിലേക്ക്. രാവിലെ പറഞ്ഞ് ശരിയല്ല, എല്ലാം ഇടപെട്ട് സുധാകരൻ സീറ്റ് ഉറപ്പിച്ചു, സുധാകരൻ പടക്കം തീർത്തു, എല്ലാം ഓക്കെ എന്ന് പറഞ്ഞ് വെറുതെയാണ്. ഇത് ആ ഏക്കാനെ പോലുള്ള ആളുടെ കുടിലതന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണെന്നൊക്കെ പറഞ്ഞ് അല്പം സുധാകരൻ്റെ ഒരു അനുഭാവം പലരും കാണിച്ചിരുന്നു. പക്ഷേ 8 മണി കഴിഞ്ഞതോടുകൂടി എല്ലാം മാറി. അല്ല, അത് സത്യം പറഞ്ഞാൽ ഈ ചാനലുകളാണ് വഴിതെറ്റിച്ചത്. ദൃശ്യമാധ്യമങ്ങളാണ് ശരിക്കും വഴിതെറ്റിച്ചത്. രാവിലെ സുധാകരന് സീറ്റില്ല എന്നുള്ളത് നേരത്തെ ഉറപ്പിച്ചതാണ്. അദ്ദേഹം അറ്റ കൈക്ക് തൻ്റെ അനുയായിക്ക് സീറ്റ് കിട്ടുമോയെന്ന് അറിയാൻ വേണ്ടിയാണ് അവിടെ തങ്ങിയത്. അതും ഇല്ലെന്ന് മനസ്സിലായി. ഉണ്ണിത്താൻ ഒരു ഉച്ച കഴിഞ്ഞപ്പോഴേ പറഞ്ഞു, ഈ സംഭവം നടന്നപ്പോഴേ ഉണ്ണിത്താൻ പറഞ്ഞു. അത് ഉണ്ണിത്താൻ നേരത്തെ പറഞ്ഞല്ലോ, അവിടെ സീറ്റ്, ഇവിടെ പട്ടിക റെഡിയാണ്, അവിടെ ഇയാൾക്ക് സീറ്റൊന്നുമില്ല, ഇയാൾ ചുമ്മാ അവിടെ നിന്ന് നിൽക്കുകയാണ്, ഇവിടെ ഒരു സംഭവങ്ങളും ഇല്ല, ഇവിടെ ഒരു തർക്കവും ഇല്ല, സുധാകരൻ മാന്യമായിട്ട് വീട്ടിൽ പോകുന്നുള്ളത് പുള്ളി നേരത്തെ പറഞ്ഞതാണ്. അത് പക്ഷേ എന്ത് ചെയ്യുന്നു, ഒരാൾ ഒരു ചാനൽ ഒരു ബ്രേക്കിംഗ് അടിക്കുന്നു. എന്തൊക്കെ ഇല്ലാത്ത, കഴിഞ്ഞ ദിവസം കണ്ടില്ലേ ദീപ്തി മേരി വർഗീസ് NDA പോകുന്നു, അവർ പോസ്റ്റർ അടിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഈ പറയുന്നതെന്ന് ഓർത്തണം. കോൺഗ്രസിൻ്റെ പോസ്റ്റർ അടിച്ചുകൊണ്ട് അവർ നിൽക്കുമ്പോഴാണ് NDA പോകുന്നത് പറയുന്നത്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള ഈ ഇലക്ഷൻ സമയത്ത് ഒരാളും അങ്ങനെ ആത്മഹത്യക്ക് ശ്രമിക്കില്ല, ഒരിക്കലും ചെയ്യില്ല. കാരണം മാത്രമല്ല കോൺഗ്രസിന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇലക്ഷനിൽ ജയിക്കാനുള്ള എല്ലാ സാധ്യതകളും മുന്നിൽ നിൽക്കുമ്പോൾ ഭരണം കിട്ടാനുള്ള പോലെ എന്ത് ഭാവി അവർക്കുള്ളത് ഈ ഇന്ത്യ, അതോടുകൂടി അവരുടെ ഇവിടുത്തെ രാഷ്ട്രീയ ഭാവി കഴിഞ്ഞു. അല്ലെ അവർ വല്ല വടക്കേ ഇന്ത്യയിലും പോയി അവിടെ വല്ല നിയമസഭയിലും ഒക്കെ മത്സരിച്ച് ആൾറെഡി ഇപ്പം BJP ചേർന്ന ഒരുപാട് പേരെ അവസ്ഥ നമ്മളിപ്പോൾ കാണുന്നു. ആർക്കും സീറ്റൊന്നും കിട്ടിയിട്ടില്ല, എല്ലാം പോക്കാണ്. നേരത്തെ പോയവരുടെയൊക്കെ കഥ. പിന്നെ ഇവിടെ CPM BJP ധാരണയുണ്ടെന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞു, അന്തർധാര ഉണ്ടെന്നുള്ളതാണ് വ്യക്തമായി കഴിഞ്ഞു. സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ ഇപ്പം എന്താണെങ്കിലും ശരി, ഈ കെ സുധാകരൻ ഒരു വല്ലാത്ത ഒരു കീഴ്വഴക്കം സൃഷ്ടിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് നേരാണ്. അത് ഈ പറയുന്നത് പോലെ ഒന്നും അത്ര ഭീകരമായ ഒരു അവസ്ഥയൊന്നും ആയിരുന്നില്ല. യാഥാർത്ഥ്യം നമുക്ക് ക്ലച്ച് പിടിച്ചില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഇത് ഭാവിയിൽ മറ്റൊരു നേതാവിന്, കേരളത്തിൽ സുധാകരനൊക്കെ പോലെയുള്ള ചില നേതാക്കന്മാർ കോൺഗ്രസിലുണ്ടല്ലോ, അതെ, അവർക്കെല്ലാം ഭാവിയിൽ ഇതുപോലെ ഈ വിലവേശ തന്ത്രം ഇനി നടക്കൂല എന്ന് മനസ്സിലായി. അത് മാത്രമല്ല, വിമതശല്യം കോൺഗ്രസിന് ഏറെക്കുറെ ഒഴിയുകയാണ്. കാരണം ഇവർക്ക് മനസ്സിലായി, ഈ വിമതനായി മത്സരിക്കാൻ പോയവർക്ക് എല്ലാം മനസ്സിലായി, താൻ വിമതനായി മത്സരിച്ചാൽ തനിക്ക് പിന്നിൽ നിൽക്കുന്ന ജനങ്ങളുടെ എണ്ണം കൂടെ പുറത്തോട്ട് വരും. ഇത് പണ്ട് കേട്ടിട്ടുണ്ട്, ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ഇന്ദിരാഗാന്ധിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന RK ധവാൻ ഉണ്ടല്ലോ, അത് വളരെ അതിശക്തനാണല്ലോ. ഇപ്പോൾ ഏത് സംസ്ഥാനത്താണെങ്കിലും കേരളത്തിൽ എവിടെയാണെങ്കിലും ചില നേതാക്കന്മാർ ഇതുപോലെ തലപൊക്കുമ്പോൾ ധവാൻ്റെ ഒരു ഫോൺ വരുമെന്നാണ്, ഇന്ദിരാജി താങ്കളെ കാണാൻ ആഗ്രഹിക്കുന്നു, ഡൽഹിക്ക് വരൂ എന്ന് പറയും. ഇദ്ദേഹം ഡൽഹി ചെല്ലും, ഓഫീസിൽ ചെല്ലും, ഇന്ദിരാജി അവരെ കാണുന്നില്ല, ധവാൻ അങ്ങ് വിളിപ്പിച്ചിട്ട് ധവാൻ ഒരു ഫയൽ എടുത്താൽ കൈ കൊടുക്കും. ഇയാൾ നടത്തിയ സകല അഴിമതിയും തട്ടിപ്പിൻ്റെ സമ്പാദ്യത്തിൻ്റെ എല്ലാം കണക്കാണത്, കൊടുക്കും. എന്നിട്ട് പുള്ളി വായിച്ചോളാൻ പറയും, പ്ലീസ് ഗോ ത്രൂ ദിസ് എന്ന് പറയും. അപ്പം അവർ വായിച്ചു കഴിഞ്ഞിട്ട് പുള്ളി ചോദിക്കും, തിഹാർ ജയിൽ ഇവിടെ അടുത്താണ്, അവിടെ പോകണോ അതോ നാട്ടിൽ പോയിട്ട് തിരുവനന്തപുരത്ത് ഏതെങ്കിലും ജയിലിൽ ഇരിക്കണോ അതോ മര്യാദയ്ക്ക് ഇരിക്കണോ എന്ന് ചോദിക്കുന്നതാണ്. ആ സെക്കൻഡ് നേതാവ് പടം മടക്കി തിരിച്ചിങ്ങ് പോയത്. അതാണ് ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധി ഇവരാരും കാണാനൊന്നും പോകുന്നില്ല. ഇന്ദിരാഗാന്ധി കാണാനും വിളിക്കുമ്പോൾ ഇന്ദിരാജി വിളിച്ചത് ഞങ്ങൾ ജില്ലയാണ്. എന്തായാലും ഇപ്പോൾ ഇക്കാര്യത്തിൽ എല്ലാ കോൺഗ്രസ്സുകാർക്കും ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഒരു ആത്മവിശ്വാസമായിട്ടുണ്ട്. കോൺഗ്രസ്സിന് ഒരു നിയതമായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു ചട്ടക്കൂടി ഇപ്പം തയ്യാറായി കഴിഞ്ഞു. അല്ല, ഇപ്പോൾ എന്തെങ്കിലും ചെയ്തില്ല എങ്കിൽ ഇതിന് എന്നേക്കുമായി വലിയ ഡിസാസ്റ്ററിലേക്ക് ഒന്ന് എത്തും എന്നുള്ള സത്യം അവർ മനസ്സിലാക്കി. ഇപ്പം സുധാകരൻ്റെ വിഷയം ഇനിയിപ്പോൾ ആകെപ്പാടെ ആ സുധാകരൻ്റെ ഈ പ്രശ്നം കൊണ്ടുണ്ടായ ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നോമിനേഷൻ കൊടുക്കാൻ കുറച്ച് വൈകി എന്നുള്ളതാണ്. ഇന്ന് അവധിയായി, നാളെയും തിങ്കളാഴ്ചയും. അപ്പം നമ്മൾ അടിസ്ഥാനപരമായിട്ട് നമ്മൾ വിലയിരുത്തുമ്പോൾ സുധാകരൻ എന്ന് പറയുന്ന വ്യക്തിയല്ല ആരായാലും പാർട്ടിക്ക് മേളിൽ പോകണ്ട എന്നൊരു സന്ദേശം പണ്ടത്തെ പോലെയല്ല കോൺഗ്രസ് എന്ന് മാറി. പറയും സ്വർണ്ണം കായ്ക്കുന്ന മരമാണെങ്കിലും പുരയ്ക്ക് മീത ചാഞ്ഞാൽ വെട്ടിക്കളയുക എന്നുള്ളതാണ്. അത് മറ്റ് സംസ്ഥാനങ്ങളിൽ നടക്കുന്ന പോലെ ഇവിടെയും നടത്താമെന്നുള്ള ഒരു കാരണം ഇവിടെ അത് നടന്നതിന് എന്താണെന്നറിയോ, ഇവിടെ BJP സ്ട്രോങ് അല്ലാത്തതുകൊണ്ടാണ്. ഇത് ഇപ്പോൾ ഗുജറാത്ത് പോലെയുള്ള സംസ്ഥാനങ്ങൾ, രാജസ്ഥാൻ പോലെയുള്ള സംസ്ഥാനങ്ങളാണെങ്കിൽ ഇത് പ്രശ്നമാണ്, അത് വലിയ പ്രശ്നം അവർക്കറിയാം. ഈ ആൾ പോയി, പക്ഷേ ഇവിടെ ഇവർക്ക് പോകാൻ കിട്ടുന്ന ആകെ 2 മുന്നിൽ CPI LDF അങ്ങോട്ട് പോകണ്ട, അവിടുത്തെ സീറ്റെല്ലാം ഫില്ലായി.
പിന്നെ ആകെ ഉള്ളത് BJP മാത്രം. BJP ഇവിടെ പോയോണ്ട് ഒരു കാര്യമില്ല, നമ്മുടെ ഭാവി തീരുന്നു എന്നുള്ളത്. അങ്ങനെ ഒരു തിരിച്ചറിവ് ഉണ്ടായി. ഇപ്പം സുധാകരനെ പോലെ വന്ധ്യവയോധികനായ ഒരു നേതാവിന് ഒരു തിരിച്ചറിവ് ഉണ്ടായി. എന്താണെങ്കിലും കോൺഗ്രസ് ഇനി ഒറ്റക്കെട്ടായിട്ട് തെരഞ്ഞെടുപ്പിനെ നേരിടാം എന്ന് നമുക്ക് പ്രത്യാശിക്കാം.